ഹായ് ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് അബുദാബി വ്ലോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഷെയ്ഖ്സാദ മോസ്കോ ആണ് കേട്ടോ. അപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാളിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷമായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അബുദാബിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണ് ഇതിനെല്ലാവരും പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഗ്രാൻഡ് മോസ്കോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിന്നിരുന്ന ആ മാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഒക്കെയാണ് കേട്ടോ ട്രാവലിംഗ് ഉള്ളത്. അപ്പോൾ കറക്റ്റ് നമ്മളൊരു സൺസെറ്റിൻ്റെ ഒക്കെ ടൈമിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പള്ളി കാണാനായിട്ട്. പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നണം, എന്നാലും ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അറിയാനായിട്ട് പറയണേ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ലൂസ് ഡ്രസ്സും അതുപോലെ ഷാളിൽ മഫ്തൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ കയറാൻ. ഒന്നല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അബായ പോലത്തെ എന്തെങ്കിലും കരുതണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അത് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അബായ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ തന്നെയാണ് ഇട്ടത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ മസ്ജിദിൻ്റെ എൻട്രൻസ്. ഓൾറെഡി ഒരുപാട് പേരോട് വന്നിട്ടുണ്ട് കേട്ടോ മസ്ജിദ് കാണാനായിട്ട്. നമുക്ക് ബാക്കിലൊക്കെ നോക്കിയാൽ കാണാൻ കുറേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ എടുക്കുന്നത്. കൂടുതലും അതിൽ ഫോറിനേഴ്സാണ് മസ്ജിദ് കാണാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇവിടുന്ന് മസ്ജിദിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ എൻട്രൻസിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ നമുക്ക് നടക്കാനുള്ള വഴി അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു മാള് പോലെ തന്നെ, പക്ഷേ അത് അണ്ടർഗ്രൗണ്ടിലാണെന്ന് മാത്രം. അവർ ആ പാർക്കിംഗ് ഏരിയയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എൻട്രി പാസ് വേണം കേട്ടോ കടക്കാനായിട്ട്. എൻട്രി പാസ് ഫ്രീ ആണ്, പക്ഷേ നമ്മൾ എൻട്രി പാസ് എടുത്തിരിക്കണം പോണതിന് മുമ്പ്. അത് നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കാം, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എൻട്രി പാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളോട് എൻട്രി പാസ്സൊക്കെ ചോദിക്കുക. നമ്മൾ ഗ്രാൻഡ് മോസ്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, കുറേ നാളത്തെ ആഗ്രഹം കൊണ്ടാണോന്ന് അറിയില്ല, നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാ ആർക്കെങ്കിലും ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വന്ന് കാണണം. മസ്റ്റ് വാച്ച് പ്ലേസാണ് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഏരിയാസിൽ പോയി നിന്നിട്ടൊന്നും ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല. കുറച്ച് പർട്ടിക്കുലർ ഏരിയാസ് നമുക്ക് തന്നിട്ടുണ്ട്, അവിടെ നിന്നിട്ട് മാത്രമേ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും എന്താ പറയുക, അത്രയും ക്ലോസ് ആയിട്ട് നിന്നിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്നിട്ടൊക്കെ വേണം നമുക്ക് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്.
8 o'clock ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ നമുക്കിനി തിരിച്ച് ദുബായിലേക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.